നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. 78ന്റെ നിറവിൽ ദൈവസന്നിധിയിൽ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുവല്ല പുലാത്തിൻ ചാപ്പലിൽ ഒരുക്കിയ ജന്മദിന സ്തോത്ര ശുശ്രൂഷയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും മെത്രാപ്പൊലിത്ത നേതൃത്വം നൽകി. സഭയിലെ എപ്പിസ്കോപ്പമാരായ ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് നോസ്, ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ്, ഡോക്ടർ തോമസ് മാർ തീത്തോസ്, സക്രിയസ് മാർ അപ്രൈം, ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സെറാഫിം, വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ എന്നിവർ സഹകാർമ്മികരായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മെത്രാപ്പൊലിത്ത കേക്ക് മുറിച്ച് ജന്മദിന സന്തോഷം പങ്കിട്ടു. സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ സഭയുടെ ആശംസകൾ നേർന്നു. വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട് എന്നിവർ പൂക്കൾ നൽകി ആദരിച്ചു. മെത്രാപ്പൊലിത്തയുടെ സെക്രട്ടറി റവറൻ കെ ഇ ഗീവർഗീസ്, വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ഭാരവാഹികളായ റവറൻ ഡെബി കെ ജോഷുവ, റവറൻ സജേഷ് മാത്യൂസ്, റവറൻ ഉമ്മൻ കെ ജേക്കബ്, റവറൻ ബൈജു തോമസ്, റവറൻ സിബി ടി മാത്യൂസ്, മറ്റു വൈദികർ എന്നിവർ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, മന്ത്രി വീണ ജോർജ്, മാത്യു ടി തോമസ് MLA തുടങ്ങിയവർ പുലാത്തിനിലെത്തി ആശംസകൾ നേർന്നു. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്ന ഗാനം പാടി പുതിയ നിയോഗങ്ങൾ സ്വീകരിച്ച് വിശ്വാസ സമൂഹം പമ്പയുടെ ഇരു കരകളിലേക്കും മടങ്ങിയതോടെ 131ാമത് മാരാമൺ കൺവെൻഷന് അനുഗ്രഹീത പരിസമാപ്തിയായി. മലങ്കര മാർത്തോമ സുറിയാനി സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത സമാപന സന്ദേശം നൽകി. ദൈവവചനത്തിന്റെ വ്യാഖ്യാനവും കേൾവിയും പുതുക്കത്തിലേക്ക് നയിക്കുന്നതിന് ഇടയായിത്തീരണമെന്നും വചനം വെളിച്ചമായി ജീവിതത്തിൽ പ്രകാശിക്കണമെന്നും മെത്രാപ്പൊലിത്ത ആഹ്വാനം ചെയ്തു. സഭയുടെയും സമൂഹത്തിന്റെയും ഐക്യത്തിനെതിരായി നിൽക്കുന്ന ശക്തികളെ നേരിടുവാൻ കഴിയണം. അതിന് പ്രായോഗിക ജീവിതത്തിൽ വചനത്തെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിന്റെ അനുഭവ തലത്തിലേക്ക് വചനത്തെ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നാം അനുഗ്രഹീതരാകുന്നത്. സാമൂഹിക തിന്മകൾക്കെതിരെ ശക്തമായി സഭയ്ക്ക് നിലനിൽക്കുവാൻ കഴിയണം. ലോകം വെല്ലുവിളി നിറഞ്ഞതാണ്. അത്തരം വെല്ലുവിളികളെ നേരിടുവാൻ സഭ തയ്യാറാകണമെന്നും മെത്രാപ്പൊലിത്ത ഓർമ്മിപ്പിച്ചു. തിന്മശക്തികൾ ലോകത്തെ കാർന്നു തിന്നുമ്പോൾ അതിനെ നേരിടാൻ സഭ ശക്തമായിട്ട് തീരണം. സഭ ഈ ലോകത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കണം. ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് നോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. നമ്മുടെ ഭവനങ്ങളിലും ഇടവകളിലും സമൂഹത്തിലും കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് സ്തോത്രം കരേറ്റാം. ബിഷപ്പ് ഡോക്ടർ പോൾ സ്വരൂപ് പ്രസംഗിച്ചു. സഫ്രഗൻ മെത്രാപ്പൊലിത്തമാരായ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ്, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ്, എപ്പിസ്കോപ്പമാരായ തോമസ് മാർ തിമോത്തിയോസ്, ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ്, ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ്, ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, ഡോക്ടർ തോമസ് മാർ തീത്തോസ്, സക്രിയസ് മാർ അപ്രൈം, ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സെറാഫിം, സംഘം ജനറൽ സെക്രട്ടറി റവറൻ ഡെബി കെ ജോഷുവ തുടങ്ങിയവർ സമാപന യോഗത്തിൽ പങ്കെടുത്തു. ഏകമകളുടെ അവയവദാനത്തിലൂടെ ലോകശ്രദ്ധ നേടിയ മല്ലപ്പള്ളിയിലെ കുടുംബത്തിന് ആശ്വാസ വാക്കുകളുമായി മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത വാഹനാപകടത്തിൽ മരണമടഞ്ഞ അലിൻ ഷെറിൻ ഏബ്രഹാമിന്റെ മാതാപിതാക്കളായ അരുൺ ഏബ്രഹാമിനെയും ഷെറിൻ ആൻഡ് ജോണിനെയും മല്ലപ്പള്ളിയിലെ വീട്ടിൽ സന്ദർശിച്ച മെത്രാപ്പൊലിത്ത കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട കുഞ്ഞിനെ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ ദുഃഖം വാക്കുകൾക്കതീതമാണെന്ന് മെത്രാപ്പൊലിത്ത അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. വേദനയുടെ നടുവിലും സ്വന്തം മകളുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ജീവൻ പകരുവാൻ സമർപ്പിക്കുവാൻ തയ്യാറായ മാതാപിതാക്കളുടെ തീരുമാനം മനുഷ്യകുലത്തിന് മുന്നിലുള്ള ഉജ്ജ്വല സാക്ഷ്യമാണ്. കണ്ണുനീരിന്റെ നടുവിൽ പ്രത്യാശയുടെ വിത്ത് വിതയ്ക്കുവാൻ കഴിവുള്ള ഹൃദയങ്ങൾ അപൂർവമാണ്. അത്തരമൊരു ദൈവിക കരുണയാണ് ഈ കുടുംബത്തിൽ തെളിഞ്ഞത്. മരണത്തിന്റെ നിഴലിൽ പോലും ജീവന്റെ ജ്വാല കാത്തുസൂക്ഷിക്കാമെന്ന വിശ്വാസം ഈ മാതാപിതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ മഹത്തായ തീരുമാനത്തിലൂടെ അനേകം കുടുംബങ്ങൾ വീണ്ടും പ്രത്യാശ കണ്ടെത്തും. അനേകം ഹൃദയങ്ങളിൽ നന്ദിയുടെ പ്രാർത്ഥന ഉയരും. ദൈവം ഈ കുടുംബത്തെ തന്റെ സമാധാനത്താൽ പൊതിഞ്ഞ് അവരുടെ ഹൃദയങ്ങളിൽ ധൈര്യവും ആശ്വാസവും പകരട്ടെ എന്ന് മെത്രാപ്പൊലിത്ത പ്രാർത്ഥിച്ചു. ദുഃഖാർത്ഥരായിട്ടുള്ള മാതാപിതാക്കളോടൊന്നിച്ച് അനുശോചനം ഈ മാരാമൻ്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. അതേ അവസരത്തിൽ തന്നെ അവർക്ക് ആവശ്യമായുള്ള ധൈര്യവും വിശ്വാസവും പ്രത്യാശകരയും നൽകി വഴി നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആവശ്യത്തേക്കാൾ വലിയ ആവശ്യമാണ് അവരുടെ ആവശ്യം എന്നത് മാരാമൺ കൺവെൻഷൻ സംബന്ധിക്കുന്നതല്ല. എല്ലാവരും
അറിഞ്ഞിരിക്കേണ്ടതായുള്ളൊരു വസ്തുതയാണ്. മാർത്തോമ സൺഡേ സ്കൂൾ സമാജം ദ്വിതീയ വജ്ര ജൂബിലി ആഘോഷങ്ങൾ ഫെബ്രുവരി 26 സമാപിക്കും. വൈകുന്നേരം 3 തിരുവല്ല സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ ചേരുന്ന സമ്മേളനം ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. സമാജം പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. പ്രമുഖ സാഹിത്യകാരൻ ബെന്യാമീൻ മുഖ്യ സന്ദേശം നൽകും. ബാർ ഹോട്ടലുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ച തീരുമാനം പിൻവലിക്കണമെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. സമൂഹത്തിൽ അപകടങ്ങളും അക്രമങ്ങളും അരാജകത്വവും സൃഷ്ടിക്കുന്നതാണ് ഈ തീരുമാനം. ഈ വിപത്തിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷിക്കുന്നതിനാണ് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടത്. സമൂഹത്തെ വിശിഷ്യ യുവജനങ്ങളെ വഴിതെറ്റിക്കുവാൻ പ്രേരകമാകുന്ന ഈ ഭവിഷ്യത്ത് തിരിച്ചറിഞ്ഞ് സർക്കാരും പൊതുപ്രവർത്തകരും ജനസേവകരും ജാഗ്രത പുലർത്തണം. സമൂഹത്തെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാതിരിക്കുവാൻ അധികാരികൾ കൂടുതൽ ജാഗ്രത കാട്ടണമെന്നും മെത്രാപ്പൊലീത്ത ആവശ്യപ്പെട്ടു. മാർത്തോമ സഭ മുംബൈ ഭദ്രാസന സേവികാ സംഘം വാർഷിക ക്യാമ്പ് ഔറംഗാബാദ് ന്യൂ ടൂറിസ്റ്റ് ഹോട്ടലിൽ നടത്തി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ കോട്ടയം മാർത്തോമ വൈദിക സെമിനാരി പ്രൊഫസർ റവറൻ ഡോക്ടർ VM മാത്യു ഉദ്ഘാടനം ചെയ്തു. റിന്യൂഡ് വുമൻ ഫോർ എ റിന്യൂഡ് ചർച്ച് എന്ന വിഷയത്തെ ആസ്പദമാക്കി അദ്ദേഹം പ്രഭാഷണം നടത്തി. പുതുക്കപ്പെട്ട സഭയെ സ്വപ്നം കാണുന്നവരായി സേവികാ സംഘ അംഗങ്ങൾ മാറണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ബൈബിൾ സ്റ്റഡി, സിംഗിംഗ്, എംപവർമെന്റ് സെഷനുകൾ ക്യാമ്പ് സജീവമാക്കി. 100ഓളം അംഗങ്ങൾ പങ്കെടുത്തു. മഹാരാഷ്ട്ര ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അജിത് പവാറിന്റെ നിര്യാണത്തിൽ സമ്മേളനം അനുശോചിച്ചു. അനുശോചന പ്രമേയം ഭദ്രാസന വൈസ് പ്രസിഡന്റ് റവറൻ ജെനിൽ എബ്രഹാം അവതരിപ്പിച്ചു. കുഞ്ഞു മനസ്സുകളിൽ ആഹ്ലാദവും മൂല്യങ്ങളും നിറയ്ക്കുവാൻ അവധിക്കാല ബൈബിൾ സ്കൂളുകൾക്ക് ഒരുക്കങ്ങളായി. ആടിയും പാടിയും ബൈബിൾ കഥകൾ പഠിച്ചും പുതിയ ജീവിത മൂല്യങ്ങൾ പകരപ്പെടുന്ന ദിനങ്ങൾ അരികിലെത്തി. മാർത്തോമ സൺഡേ സ്കൂൾ സമാജം നേതൃത്വത്തിൽ 500ഓളം ഇടവകളിലാണ് ബൈബിൾ സ്കൂളുകൾ സംഘടിപ്പിക്കുക. ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പീൻ എന്നതാണ് ഈ കൊല്ലത്തെ ചിന്താവിഷയം. ഏപ്രിൽ 6 മുതൽ 15 വരെയാണ് ആദ്യ റൗണ്ട്. 16 മുതൽ 25 വരെ രണ്ടാം റൗണ്ടും 27 മുതൽ മെയ് 6 വരെ മൂന്നാം റൗണ്ടും വിവിധ ഇടവകളിൽ സംഘടിപ്പിക്കും. VBS ലീഡേഴ്സ് ട്രെയിനിംഗ് ക്യാമ്പുകൾ ചരൽക്കുന്നിൽ ആരംഭിച്ചു. 27, 28, 29 തീയതികളിൽ അടൂർ യൂത്ത് സെന്ററിലും 28 മുതൽ മാർച്ച് 2 വരെ കാട്ടാക്കട വയോജന മന്ദിരത്തിലും മാർച്ച് 7, 8 തീയതികളിൽ ചുങ്കത്തറ ഉപ്പട മിഷൻ സെന്ററിലും 14, 15 തീയതികളിൽ ബാംഗ്ലൂർ യൂത്ത് സെന്ററിലും 21, 22 തീയതികളിൽ ഡൽഹിയിലും പരിശീലന ക്യാമ്പുകൾ ഒരുക്കും. സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ്, അസിസ്റ്റന്റ് സെക്രട്ടറി റവറൻ സനിൽ ചിറിയാൻ എന്നിവർ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകും. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ഷാലോം.